അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 161. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونمارق مصفوفة وزرابي مبثوثة. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം പറഞ്ഞു വരുന്നത് സൂറത്തുൽ ഗാശിയയിലെ സ്വർഗ ചിത്രങ്ങളാണ്. ഫീഹ ഐനുൻ ജാരിയ, ആ സ്വർഗത്തിൽ കുത്തിയൊഴുകുന്ന നദികളുണ്ട്. ഫീഹ സുറുറും മർഫൂഅ, ഉയർന്ന കട്ടിലുകളുണ്ട്. വ അഖ്വാബും മൗദൂഅ, നിരത്തിവച്ച കപ്പുകളുമുണ്ട്. കുത്തിയൊഴുകുന്ന നദികളിലേക്ക് ഉയർന്ന കട്ടിലുകളിൽ കിടന്നുകൊണ്ട് ആ സൗന്ദര്യം ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവർ, അവരുടെ മുന്നിലായി അവരുടെ കൊട്ടാരത്തിൻ്റെ ഷെൽഫുകളിൽ വളരെ ഭംഗിയുള്ള കപ്പുകൾ ഒതുക്കി വച്ചിട്ടുണ്ട്. കുടിക്കാൻ ഇഷ്ടം പോലെ കപ്പുകളുണ്ട് എന്നതിനപ്പുറം അല്ലുബാബു ഫി ഉലൂമിൽ ഖുർആൻ, ഇതിൽ പറയുന്നത് കാണാം. തഫ്സീർ ഗ്രന്ഥങ്ങൾ പരതുമ്പോൾ ഭംഗിക്ക് വേണ്ടിയാണ് പലപ്പോഴും അത് വെച്ചിട്ടുള്ളത്. കുടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു, അതിൻ്റെ അപ്പുറം ഭംഗിക്ക് വേണ്ടിയുമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും ഭംഗിക്ക് വേണ്ടി കപ്പുകളും ഗ്ലാസുകളുമൊക്കെ, നല്ല അലങ്കാര കപ്പുകളും ഗ്ലാസുകളുമൊക്കെ നിരത്തി വെച്ചത് കാണാം. അതാണ് ലിസ്തിഹ്സാനിഹിം ഇയ്യാഹ ലികൗനിഹാ മിൻ ദഹബിൻ വഫിദ്ദത്തിൻ വജൗഹരിൻ വതലദ്ദുദിഹിം ബിശ്ശുർബി മിൻഹാ. കുടിച്ച് സന്തോഷിക്കുക എന്നത് മാത്രമല്ല, വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും രത്നങ്ങളുടെയും ഈ കപ്പുകൾ കാണാനും ഒരഴകാണ് എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. മുകളിലെ പാർപ്പിടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവർ കയറിക്കിടക്കുന്ന ഉയർന്ന കട്ടിലുകളിൽ നിന്ന് താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. എത്രയോ ആളുകളൊക്കെ പുഴവക്കത്ത് പലപ്പോഴും റിസോർട്ടുകളിൽ പോയി താമസിക്കുന്നത് കാണാം, ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹു പറയുന്നത് അങ്ങനെ തന്നെയാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, വനമാരിഖു മസ്ഫൂഫത്തുൻ, അണിയണിയായി വച്ച തലയിണകളുണ്ട്. ആ തലയിണയിലേക്ക് ഇരിക്കാനൊരു തലയിണ വേറെ, ചാരി വച്ചത് വേറെയും. വലിയ അറബ് ശൈഖന്മാരുടെയൊക്കെ വീട്ടിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് പോലെ എവിടെ ഇരിക്കണമെന്ന് കരുതിയാലും ഒരു തലയിണയിൽ ഇരിക്കുകയും മറ്റേ തലയിണയിലേക്ക് ചാരിയിരിക്കുകയും ചെയ്യുന്നു. വസറാബി നമാരിഖു മസ്ഫൂഫ, അണിയണിയായി നിരത്തി വച്ചിട്ടുള്ള തലയിണകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടുപിറകിൽ അള്ളാഹു പറയുന്നു, വസറാബിയു മബ്സൂസ, നീട്ടി വിരിച്ച പരവതാനികളുമുണ്ടവിടെ. എല്ലായിടത്തും പരവതാനികൾ. ഇരിക്കണമെന്ന് ഉദ്ദേശിച്ചവർക്ക് എല്ലായിടത്തും നല്ല വൃത്തിയുള്ള കാർപ്പറ്റുകൾ, വിരിപ്പുകൾ വിരിച്ച് സംവിധാനിച്ചിരിക്കുകയാണ് സ്വർഗത്തിൻ്റെ ഫ്ലോറുകൾ, അതിൻ്റെ നിലങ്ങൾ. വല്ലാത്ത അത്ഭുതമാണ് അത്. നല്ല അന്തസ്സുള്ള വിരിപ്പുകൾ, വില കൂടിയ വിരിപ്പുകൾ, ഉന്നതമായ വിരിപ്പുകൾ. ആ വിരിപ്പുകളിലാണ് അവർ ഇരിക്കുന്നത്, കിടക്കുന്നത്. സൂറത്തുർ റഹ്മാനിൽ അതിൻ്റെ 76-ാം വചനത്തിലും അല്ലാഹു ഇത് പറയുന്നത് കാണാം. മുത്തക്കിഈന അലാ റഫ്റഫിൻ ഖുദുരിൻ വഅബ്ഖരിയിൻ ഹിസാൻ. അതെ, പച്ച നിറത്തിലുള്ള വിരിപ്പുകൾ, സുന്ദരമായ വിരിപ്പുകളും തലയിണകളും
അതിലേക്ക് ചാരിയിരിക്കുകയും കിടക്കുകയുമൊക്കെ ചെയ്യുന്നു സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് അവിടെയും അത് വർണ്ണിച്ചിട്ടുണ്ട്. ഫീഹായിനുൻ ജാരിയ പറഞ്ഞ് സ്വർഗത്തിലെ കുത്തിയൊഴുകുന്ന നദികളെ വേറിട്ട് അവതരിപ്പിച്ചു. വീണ്ടും ഫീഹ ആ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞ് സുറുറും മർഫുഅ ഉയർന്ന കട്ടിലുകൾ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതൊക്കെ അതിനോട് ചേർത്ത് പറയാ ചെയ്തത്. ഫീഹ അക്വാബും മൗദൂഅ എന്നല്ല, വ അക്വാബും മൗദൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ. കാരണം വെള്ളം എന്ന് പറയുന്നത് വേറിട്ട ഒരു സൗകര്യമാണ്. അതേസമയം അതിൻ്റെ ശേഷം പറയുന്ന കട്ടിലും തലയണയും വിരിപ്പുമൊക്കെ അതെല്ലാം ഒരുമിച്ച് പറയാവുന്നതാണ്. അതുകൊണ്ട് അവിടെ വീണ്ടും ആ ഫീഹ ഫീഹ എന്ന് ആവർത്തിക്കാതെയുമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ, ഈ കട്ടിലുകളുടെ ഉയരം സംസാരിച്ചപ്പോൾ, സ്വർഗത്തിൻ്റെ വിശേഷണം ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ച ആ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ ഇവർ ചോദിച്ചു, ആ അത്രയും ഉയരമുള്ള കട്ടിലുകളിലേക്ക് എങ്ങനെയാണ് കയറുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. ലിഫ്റ്റ് സമ്പ്രദായങ്ങൾ, ലിഫ്റ്റ് സൗകര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ അത് വലിയ ചോദ്യമാണ്. പക്ഷേ അതിന് മുത്തുനബി മറുപടി കൊടുക്കുന്നത് അള്ളാഹു അതിൻ്റെ തൊട്ടുപിറകിൽ അവതരിപ്പിച്ച ആയത്തുകളെ കൊണ്ടാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ സംസാരിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.